കണ്ണുകൾ നൽകിയ നല്ല ദൈവം നിൻ കണ്ണുനീർ കാണാതിരിക്കുമോ? കണ്ണുനീർ കാണാതിരിക്കുമോ? ഞാൻ ഈ ദിവസം ഇവിടെ വരുന്നു എന്ന് കേട്ടപ്പോഴേ ഒരാൾ എന്നോട് പറഞ്ഞു, പിതാവ് സാധാരണ ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇടയ്ക്ക് ഒരു 4 വരിയൊക്കെ പാട്ട് പാടാറുണ്ടല്ലോ, അപ്പോൾ അത് പാട്ട് പാടാൻ മറക്കരുതേ എന്നോട് പറഞ്ഞു. ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെയല്ല സംഭവം. ഇത് നേരത്തെ പറഞ്ഞു മറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അങ്ങനെയല്ല കിടപ്പ്, അത് ഞാൻ അടച്ചിടുമ്പോൾ തുറക്കുക അമ്മ എന്ന് പറഞ്ഞ പോലെയാണ്. സാധാരണ നമ്മൾ എന്തെങ്കിലും വിഷയവുമായിട്ട് സംസാരിച്ചു വരുമ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്തെങ്കിലും വന്നാൽ സാധാരണ ഒരു 2 വരി 4 വരിയൊക്കെ ഇങ്ങനെ പാടുന്നൊരു സ്ഥിതിയാണ് ഉള്ളത് എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. എങ്കിലും പാടണം പിതാവേ എന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴോ പാടിയ ഒരു പാട്ടുണ്ട്, അതായത് ഈ കണ്ണുകൾ നൽകിയ നല്ല ദൈവം കണ്ണുനീർ കാണാതിരിക്കുമോ എന്നൊരു പാട്ട്. അത് യഥാർത്ഥത്തിൽ പാടണമെന്നാണ് എന്നോട് അപേക്ഷിച്ചത്. എന്നോട് അവരുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് ഞാനിത് പാടുന്നു. കാരണം പാടുന്നതിന് വേറൊരു കാര്യം ഞാൻ പിന്നെ പറയാം. ആ പാട്ട് എങ്ങനെയാണ്? കണ്ണുകൾ നൽകിയ നല്ല ദൈവം നിൻ കണ്ണുനീർ കാണാതിരിക്കുമോ? കണ്ണുനീർ കാണാതിരിക്കുമോ? കാതുകൾ നൽകിയ നല്ല ദൈവം നിൻ രോദനം കേൾക്കാതിരിക്കുമോ? രോദനം കേൾക്കാതിരിക്കുമോ? കഥനമേറും നിൻമിഴികൾ കാണാ ദൈവമല്ലാതാരാണീ ധരയിൽ? കരളലിയും നിൻമിഴികൾ കാണാ ദൈവമല്ലാതാരാണീ ധരയിൽ? മകനേ മകളെ കരയരുതേ, ദൈവം മാത്രമാണാശ്വാസം. കണ്ണുകൾ നൽകിയ നല്ല ദൈവം നിൻ കണ്ണുനീർ കാണാതിരിക്കുമോ? കണ്ണുനീർ കാണാതിരിക്കുമോ? കാതുകൾ നൽകിയ നല്ല ദൈവം നിൻ രോദനം കേൾക്കാതിരിക്കുമോ? രോദനം കേൾക്കാതിരിക്കുമോ? ഈ വചനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പാട്ട് പാടി. പക്ഷേ അമ്മ നമ്മളോടും പറയുന്ന ഇതാണ്, നിങ്ങൾ ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട. നിങ്ങളുടെ കണ്ണുനീർ കാണാൻ, നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ എൻ്റെ പുത്രനായ യേശുവിനോട് ഞാൻ നിങ്ങൾക്കായി നിരന്തരം മാധ്യസ്ഥം വഹിക്കും. ഈ ഒരു ഉറപ്പിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.